إن ربك هو أعلم من يضل عن سبيله وهو أعلم بالمهتدين فكلوا مما ذكر اسم الله عليه إن كنتم بآياته مؤمنين وما لكم ألا تأكلوا مما ذكر اسم الله عليه وقد فصل لكم ما حرم عليكم إلا ما اضطررتم إليه وإن كثيرا ليضلون بأهوائهم بغير علم إن ربك هو أعلم بالمعتدين. ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിൻ്റെ 65-ാമത് ക്ലാസ്സിൽ 117-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇന്ന് നമുക്ക് പരിശോധിക്കുവാനുള്ളത്. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പരിശുദ്ധ ഖുർആനിനെ സ്നേഹിച്ചുകൊണ്ട് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സമാശ്വാസം നൽകുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. 117-ാമത്തെ ആയത്ത്. ഇന്ന റബ്ബക ഹുവ അഅലമു മൻ യദില്ലു അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ റബ്ബ്, ഹുവ അവൻ, അഅലമു ഏറ്റവും അറിയുന്നവനാണ്, ഏറ്റവും അറിയുന്നവനാണ്, അലീമാണ്, ഏറ്റവും അറിയുന്നവനാണ്. അഅലം, മൻ യദില്ലു തെറ്റിപ്പോകുന്നവനെ, ദല്ല യദില്ലു ദലാലത്തുൻ, അൻ സബീലിഹി അവന്റെ മാർഗത്തിൽ നിന്ന്, തൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് ആരാണ് എന്ന് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, അതേപോലെ അവൻ ഏറ്റവും നന്നായി അറിയുന്നു ബിൽ മുഹ്തദീൻ, നേർവഴി പ്രാപിച്ചവർ ആരൊക്കെയാണ് എന്ന്. മുഹ്തദുൻ ഹിദായത്ത് പ്രാപിച്ചവൻ, ഹിദായത്തുൻ, മുഹ്തദുൻ ഹിദായത്ത് പ്രാപിച്ചവൻ, മുഹ്തദീന ഹിദായത്ത് പ്രാപിച്ചവർ. വളരെ സിമ്പിളായിട്ടുള്ള ആശയങ്ങളാണ് ചെറിയൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ് വഴി തെറ്റിപ്പോകുന്നവർ എന്നും ആരൊക്കെയാണ് ശരിയായ വഴിയിലുള്ളത് എന്നും, നേർവഴി പ്രാപിച്ചവരാരാണ്, നേർവഴി പ്രാപിക്കാത്തവരാരാണ്, നേർവഴിയിൽ നിന്നും തെറ്റിപ്പോയവർ ആരാണ് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ഹുവ അഅലമു അവൻ ഏറ്റവും നന്നായി അറിയുന്നവനാണ് എന്ന് ഇന്ന റബ്ബക്ക താങ്കളുടെ രക്ഷിതാവ് അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചതുപോലെ ഈ ആയത്തും നമുക്ക് നൽകുന്ന ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങളുണ്ട്. അതെന്താണ്? അള്ളാഹു ചിലരെ നേർവഴിയിലാക്കുമെന്നും ചിലരെ വഴിപിഴവിലാക്കുമെന്നും പോലെയുള്ള ചില പ്രസ്താവനകൾ ഖുർആനിലുണ്ടല്ലോ. അത് ഒരു പ്രത്യേക മാനദണ്ഡമോ യുക്തമായ അടിസ്ഥാനമോ ഇല്ലാതെ അള്ളാഹു കുറെ ആളുകളെ നല്ലവരും വേറെ കുറെ ആളുകളെ ചീത്തപ്പെട്ടവരുമാക്കി തീർക്കും എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു പോയതാണ്,
തക്കതായ കാരണങ്ങളുടെയും യുക്തമായ വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അഥവാ ഒരാൾ അള്ളാഹുവിന്റെ ഹിദായത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പോകുന്ന വഴിയെ സഞ്ചരിക്കാനുള്ള മാർഗം, അതിനുള്ള അവസരം അള്ളാഹു നൽകുന്നതാണ്. എന്നാൽ ഒരാൾ തീർത്തും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അതിനനുസരിച്ച് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ അതിനുള്ള എല്ലാ വിധത്തിലുള്ള പ്രചോദനവും ഉണ്ടാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഒരാളുടെ ഹിദായത്ത് അവൻ മുഹത്തദാണോ അല്ല മുദില്ലാണോ ദലാലത്തിലാണോ എന്ന് ആരാണ് അറിയുന്നത്? അള്ളാഹു ആണ് അറിയുന്നത്. ഇവിടെ നമുക്ക് ഒരാളെ അങ്ങനെ പ്രഖ്യാപിക്കുവാനുള്ള അവസരങ്ങളോ സാധ്യതകളോ ഒന്നും തന്നെ ഇല്ല. അള്ളാഹു ആണ് അത് തീരുമാനിക്കുന്നത്. അള്ളാഹു ആണ് ആ കാര്യം അറിയുന്നത്. ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മറ റജുലുൻ മിൻ ബനി സുലൈം അലാ നഫരിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു അനമുൻ ലഹു. ബനു സുലൈം ഗോത്രത്തിൽപ്പെട്ട ഒരാള് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് കടന്നു പോകുന്ന ഒരു സന്ദർഭത്തിൽ അതിലൂടെ അവർക്ക് അഭിമുഖമായി വരുന്നുണ്ട്. അദ്ദേഹം ആ ബനു സുലൈം ഗോത്രത്തിലുള്ള ആളുകൾ അവിശ്വാസികളാണ് പലരും എന്ന് സഹാബത്തിന് അറിയാം. ഈ വരുന്ന മനുഷ്യന്റെ കൂടെ വമഅഹു അനമുൻ ലഹു, അദ്ദേഹം ചില ആട്ടിൻകൂട്ടങ്ങളുമായി ആ ആടിനെ തെളിച്ചുകൊണ്ട് അങ്ങനെ വരിക. സഹാബത്തിനെ കണ്ടപ്പോ ഫസല്ലമ അലൈഹിം, അയാൾ വന്ന് സഹാബത്തിനോട് സലാം പറഞ്ഞു. ഖാലു, സഹാബത്ത് പറഞ്ഞു, അതിൽ ചവിട്ട ചില ആളുകൾ അവർക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, മാ സല്ലമ അലൈക്കും ഇല്ലാ ലിയതഅവ്വദ മിൻകും. സഹാബത്തെ, നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അടവ് എന്നുള്ള നിലക്കാണ് ഇദ്ദേഹം ഇപ്പൊ വന്നിട്ട് നിങ്ങളോട് സലാം പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണ് എന്നൊക്കെ രൂപത്തിലുള്ള ചില സംസാരങ്ങൾ നടത്തി. അപ്പോ ഫഖാമു വഖതലൂഹു വഅഖദു അനമുഹു, ആ മനുഷ്യനെ അവർ നേരിട്ടു, അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു, അദ്ദേഹത്തിന്റെ ആടിനെ പിടിച്ചെടുത്തു. ഫഅതൂ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അതുമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഫഅൻസലല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ദറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനൂ വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിന. ആ സമയത്താണ് അള്ളാഹു ഒരു ആയത്ത് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള മനുഷ്യന്മാരെ കാണും. ഇങ്ങനെ നിങ്ങളോട് വന്ന് സലാം പറഞ്ഞ ഒരാളെ നിങ്ങൾ മുഅ്മിനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യരുത്. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യമല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകരുത് എന്ന് അതിശക്തമായി അവരുടെ ആ ചെയ്തിയെ വിമർശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് വന്ന് സലാം പറഞ്ഞ ഒരാള്, നീ വെറും തട്ടിപ്പിന്റെ ഒരു തരികിടക്ക് വേണ്ടി സലാം പറഞ്ഞതാണ്, നിന്റെ ഉള്ളിൽ വിശ്വാസമില്ല എന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. നമ്മളോട് ഇങ്ങോട്ടൊരാൾ പറയാ, ഞാന് വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ നന്നായിരിക്കുന്നു, എനിക്ക് നല്ലപോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരാള് വന്നാലേ അതൊക്കെ നിന്റെ ചില തരികിടയാണ് എന്ന് പറയാനുള്ള അധികാരമോ അവകാശമോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആരാണ് ഹിദായത്ത് മുഹ്തദി എന്നും ആരാണ് മുദില്ല് എന്നും അത് അറിയുന്നവൻ പടച്ച റബ്ബ് മാത്രമാണ് എന്നാണ്. ഇപ്പൊ ചില ആളുകളുടെ പ്രസംഗങ്ങളും സംസാരങ്ങളും ഒക്കെ നമ്മൾ പല ഭാഗത്തു നിന്ന് കേൾക്കാറുണ്ടല്ലോ. പലരും പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കുന്ന, മുദില്ലാക്കുന്ന, വഴിവേശവനാക്കുന്ന ഒക്കെ അതിന്റെ മൊത്തം
അവകാശം ഏറ്റെടുത്തിട്ടുള്ള ചില ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ, അങ്ങനെ പ്രചരിപ്പിക്കാൻ അതിൻ്റെ ആളാകാൻ പാടില്ല. പ്രത്യേകിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ഒരാള്, അതേപോലെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നോക്കിയിട്ട് അവർ മുസ്ലിങ്ങളല്ല, മുഹ്തദിയല്ല എന്നൊക്കെ പറയാനുള്ള അവകാശം, അവൻ മുന്നിലാണ്, വഴിവേച്ചവനാണ് എന്ന് പറയാനുള്ള അവകാശം ആർക്കും വക വെച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. ഈ ആയത്തിൽ 2 പ്രാവശ്യം നമ്മൾ കണ്ടത് ഹുവ അഅലമു എന്നാണ്. അവനാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അറിയിക്കുന്നത്. പ്രവാചകൻ ഒയ്ബ് അറിയുന്ന ആളാണെങ്കിൽ ഈ മനുഷ്യരെ സംബന്ധിച്ചൊക്കെ അറിയാലോ. മുനാഫിക്കാരാണ്, കാഫിർ ആരാണ്, ഉള്ളിൽ കാപട്യം വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ആരാണ് എന്നൊക്കെ അദ്ദേഹത്തിന് ഒയ്ബ് അറിയുന്ന ആളാണെങ്കിൽ അറിയണ്ടേ, എല്ലാവരെ സംബന്ധിച്ചും അറിയണ്ടേ? ഇല്ല, പ്രവാചകരെ നിങ്ങളല്ല അറിയുന്നത്, അത് അറിയുന്നത് നമ്മളാണ്. കാരണം അന്നഹു യഅലമുൽ ളാഹിറ വൽ ബാത്തിൻ, ഉള്ളും പുറവും അറിയുന്നവൻ ആരാ? അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള ഏതെങ്കിലും ഔലിയാക്കന്മാർ എന്ന് പറയുന്നവരോ അതേപോലെയുള്ള മറ്റേതെങ്കിലും ആളുകൾ പ്രാർത്ഥനക്കും ആരാധനക്കും വേണ്ടി സമീപിക്കുന്ന വ്യക്തികളോ ശക്തികളോ അറിയോ? ഇപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് പടച്ചോനാണെന്ന് വരെ പറയുന്ന ചില വിവരങ്ങൾ നമ്മൾ സാധാരണ കേൾക്കുന്നുണ്ടല്ലോ. പല ഭാഗങ്ങളിലും പടച്ചവനാണ് ചില ഔലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നത് എത്ര മോശമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളവരുടെ ധാരണ എന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെ കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതിനും ഒക്കെ ആരാണ് അറിയുന്നത്? അള്ളാഹു അല്ലേ അറിയുന്നത്. ആ നിലക്ക് അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ട വിഷയമാണ്, ആ നിലക്ക് സംസാരിക്കരുത് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ 118 ആയത്തിൽ മറ്റൊരു ഭാഗത്തേക്ക് പോകുകയാണ്. ചില നിയമങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുകയാണ്. നമുക്കറിയാം ഈ സൂറത്ത് മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറകളിൽ അധികവും തൗഹീദ് പഠിപ്പിക്കുന്ന, വിശ്വാസം ശരിയാക്കുന്ന ഭാഗങ്ങളാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം 53 വയസ്സ് വരെ 13 കൊല്ലക്കാലം മക്കയിൽ ജീവിച്ചപ്പോ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ, സൂറകളൊക്കെ വിശ്വാസം ശരിയാക്കുന്ന, തൗഹീദ് ശരിപ്പെടുത്തുന്ന, ഉറപ്പിക്കുന്ന തരത്തിലുള്ള സൂറകളാണ്. ഈ 117 വരെയുള്ള ആയത്തുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ചരിത്ര സംഭവങ്ങളിലൂടെ അതേപോലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളിലൂടെയൊക്കെ അള്ളാഹുവിന്റെ ഏകത്വത്തെ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു സൂറയാണ് ഇത് എന്ന് നമുക്ക് കാണാം. മദീന സൂറകളിലാണ്, മദനിയായ സൂറകളിലാണ് നിയമങ്ങൾ പറഞ്ഞത്. ഭക്ഷണ മര്യാദകൾ, വസ്ത്രത്തിന്റെ സംബന്ധിച്ചുള്ള മര്യാദകൾ, വൈവാഹികമായ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ പലതും. ആ നിയമങ്ങളൊക്കെ സാധാരണ അവതരിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ മദനിയായ സൂറകളിലാണ്. എന്നാൽ അതിന് വിപരീതമായി 1-2 ആയത്തുകൾ ചില നിയമങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് കാരണമുണ്ട്. എന്താ കാരണം? ഭക്ഷണത്തെ സംബന്ധിച്ചാണ്. എന്താണ് തിന്നേണ്ടത്, എന്താണ് തിന്നാൻ പാടില്ലാത്തത് എന്നതിനെ സംബന്ധിച്ച് പറയുന്ന ചില ആയത്തുകളാണ് കടന്നു വരുന്നത്. 118 ആയത്ത്, 119, പിന്നീട് 145 ആയത്തുകളിലൊക്കെ അത് സംബന്ധമായി വിശദീകരിക്കുന്നുണ്ട്. അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അങ്ങനെ പറയാൻ. അതെന്താ വിഷയം എന്നറിയോ? അള്ളാഹു അല്ലാത്തവരുടെ പേരുച്ചരിച്ചുകൊണ്ട് അറവ് നടത്തുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേര് പറയാതെ അറവ് നടത്തി ഭക്ഷണമായി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ബിംബങ്ങളുടെയും മഹാത്മാക്കളുടെയും ഒക്കെ പേരിൽ നേർച്ചയാക്കി അവരുടെ പ്രീതിക്ക് വേണ്ടി അറുക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ ഒരുപക്ഷെ അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ചാൽ തന്നെയും വേറെ ആളുകളുടെ, ശക്തികളുടെയും വ്യക്തികളുടെയും ഒക്കെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ അറവ് നടത്തുന്ന സംവിധാനവുമുണ്ട്. അപ്പൊ ആ തൗഹീദിന് ഘടകവിരുദ്ധമായത് കൊണ്ടാണ് ഇവിടെ ഈ വിഷയം ഉന്നയിക്കപ്പെടാൻ കാരണമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു പോകുന്നത്. ഏതായിരുന്നാലും
118-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. فكلوا مما ذكر اسم الله عليه إن كنتم بآياته مؤمنين. فكلوا مما ذكر اسم الله عليه إن كنتم بآياته مؤمنين. فكلوا നിങ്ങൾ തിന്നുകൊള്ളുക. കുൽ അക്കല തിന്നു, യഅ്കുലു തിന്നുന്നു, കുൽ നീ തിന്നുക, കുലൂ നിങ്ങൾ തിന്നോളൂ, ഫകുലൂ അതിനാൽ നിങ്ങൾ തിന്നുക, മിമ്മാ ദുഖിറ സ്മുല്ലാഹി അലൈഹി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെട്ടതിൽ നിന്നും, അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കപ്പെട്ടതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെട്ടതിൽ നിന്നും. ചില ആളുകൾ ഉച്ചരിക്കേണ്ടതില്ല, മനസ്സിൽ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ മദ്ഹബിന്റെ ഇമാമുകളുണ്ട്. ഒരാൾ മറന്നുപോയോ, ഉച്ചരിക്കാതെ വിസ്മിച്ചല്ലാതെ അത് പറയാതെ ഒരാൾ മറന്നുപോയി എന്നിട്ട് അറിവ് നടത്തിയാലും അത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ മദ്ഹബിന്റെ ഇമാമുകളുണ്ട്. അത് വഴിയെ നമ്മൾ പറയാം ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ഖുർആനിന്റെ വളരെ ഖണ്ഡിതമായ ഒരു നിർദ്ദേശമാണ് എന്ത്? അള്ളാഹുവിന്റെ പേര് നാമം ഉച്ചരിക്കപ്പെട്ടതിൽ നിന്നാണ് നിങ്ങൾ തിന്നേണ്ടത്, അങ്ങനെ അറിവ് നടത്തിയതിൽ നിന്നാണ് നിങ്ങൾ തിന്നേണ്ടത്, അത് നിങ്ങൾ തിന്നോളൂ എന്നാണ്. ഇപ്പൊ മുശ്രിക്കുകൾ വന്നിട്ട് പലതരത്തിലുള്ള ന്യായങ്ങളും നടത്തുന്നുണ്ട്. ആ ന്യായങ്ങളിൽപ്പെട്ട ചില വിഷയങ്ങൾ, അള്ളാഹു കൊന്നതിനെ എന്തുകൊണ്ട് നിങ്ങൾ തിന്നുന്നില്ല, നിങ്ങൾ അറുത്തതിനെയാണോ നിങ്ങൾ തിന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. ചത്ത ജീവികളെ തിന്നുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചില മുടന്ത ന്യായങ്ങളും സംസാരങ്ങളും ഒക്കെ നടത്തുന്ന ചില ഭാഗത്താണ് ഈ ഒരു ആയത്ത് കടന്നു വരുന്നത്. ഇൻ കുന്തും ബി ആയാത്തിഹി മുഅ്മിനീൻ, നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിന്റെ വചനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെട്ടത് നിങ്ങൾ തിന്നോളൂ, അതിന് നിങ്ങൾ സംശയിച്ചു നിൽക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെട്ട മൃഗം, അതിന് അനുവദനീയമായ മൃഗങ്ങളുണ്ട്, അല്ലെങ്കിൽ പക്ഷികളുണ്ട്, അവയെ നിങ്ങൾ തിന്നുകൊള്ളുക എന്ന് പറയുമ്പോൾ അത് അനുവദനീയമായ ഒരു കാര്യമാണ്. അതിന്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ല, തിന്നാതിരിക്കേണ്ടതില്ല. തിന്നേണ്ട മാംസാഹാരം മനുഷ്യന് ആവശ്യമായ ഒരു കാര്യമാണ്, ജീവിതത്തിന് ആവശ്യമാണ്. എല്ലാ ദിവസവും കഴിക്കുന്നത് കൊണ്ട് പിന്നെ കഴിക്കണമെന്നല്ല, അവരുടെ ഭക്ഷണ രീതിയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ നിലക്കാണ് ഫകുലു, നിങ്ങൾ തിന്നോളൂ, മിമ്മാ ദുഖിറ സ്മുല്ലാഹി അലൈഹി. അതെന്താ നിങ്ങൾ തിന്നേണ്ടത്? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെട്ടതാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ തിന്നുക. അപ്പൊ എന്ത് മനസ്സിലായി? അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ അറുക്കപ്പെട്ടതാണെങ്കിൽ തിന്നരുത്. അതേപോലെ അള്ളാഹു അല്ലാത്തവരുടെ പേരുച്ചരിച്ചുകൊണ്ട് അറുത്തതാണെങ്കിൽ തിന്നരുത്. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കാതെ വേറെ ആരുടെയെങ്കിലും പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരുപക്ഷെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അർത്ഥതാണെങ്കിലും ഭക്ഷിക്കാൻ പാടില്ലാത്ത സംഗതി തന്നെയാണ്. ഇൻ കുന്തും ബി ആയാത്തിഹി മുഅ്മിനീൻ, അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നത് മുഅ്മിനുകളാണല്ലോ നിങ്ങൾ, അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ കേൾക്കണേ എന്ന്. അടുത്ത ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ എന്താണെന്ന്. അതിന്റെ ഒരു വിശദീകരണം എന്നോണം അള്ളാഹു സൂചിപ്പിക്കുകയാണ്. വമാലക്കും, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എന്ത് പറ്റി? വമാലക്കും, എന്തുകൊണ്ട്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അല്ലാ തഅ്കുലു, തിന്നാതിരിക്കാൻ. അല്ലാ തഅ്കുലു, തഅ്കുലു നിങ്ങൾ തിന്നുന്നു, അല്ലാ തിന്നാതിരിക്കാൻ. മിമ്മാ ദുഖിറ സ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കപ്പെട്ടത് എന്തുകൊണ്ട് നിങ്ങൾ തിന്നുന്നില്ല, തിന്നാതിരിക്കാൻ എന്താ നിങ്ങൾക്ക് ന്യായം? നിങ്ങൾ എന്തിനാണ് സംശയം രേഖപ്പെടുത്തുന്നത്? ഈ മുശ്രിക്കുകളുടെ പലതരത്തിലുള്ള വർത്തമാനങ്ങൾ കേട്ട് ആ വർത്തമാനത്തിലേക്ക് നമ്മൾ വരാം. ഫഖദ് ഫസ്സല ലക്കും
മാ ഹറമ അലൈക്കും, എന്താണ് നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടത് എന്നത്, ഹറാമാക്കിയിരിക്കുന്നത് എന്ന് കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ടല്ലോ. ഫസ്സല, വിശദമാക്കി തന്നു. ഫസ്സല ലക്കും, നിങ്ങൾക്ക്, മാ ഹറമ അലൈക്കും, എന്തൊക്കെയാണ് ഹറാമ് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതല്ലാത്തതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അപ്പൊ വളരെ കുറഞ്ഞ രൂപത്തിലുള്ള ചില വിശദീകരണങ്ങളിലൂടെ അള്ളാഹു, അതേപോലെ അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്തൊക്കെ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ തിന്നോളൂ. അപ്പൊ വളരെ ലളിതമാണ് വിഷയം, വളരെ ലളിതമാണ് വിഷയം. ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ഹറാമായത് എന്ന് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ് നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ വിശദീകരണത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. എന്തൊക്കെയാണ് അള്ളാഹു ഖുർആനിൽ ഹറാമാണ്, തിന്നരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ന്. ഇല്ലാ മൽതുരിർത്തും ഇലൈഹി, അങ്ങനെയാണെങ്കിൽ തന്നെ നിർബന്ധിതമായ ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേർന്നാൽ അതും തിന്നാം, ഏതും തിന്നാം. നിങ്ങളോട് ഹറാമാക്കിയിട്ടുള്ള ആ സംഗതി പോലും നിങ്ങൾക്ക് തിന്നാവുന്നതാണ്. എപ്പോ നിർബന്ധിതമായ ഒരു സാഹചര്യം വന്നാൽ, നിർബന്ധിതമായ സാഹചര്യം വരിക എന്ന് പറഞ്ഞാല് എന്താ, അതല്ലാതെ മറ്റൊന്നും ഭക്ഷണമല്ല, അത് വയറ് നിറച്ചും തിന്നുകയല്ല. ആ അവസ്ഥ, മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് മാത്രമേ ഭക്ഷണമുള്ളൂ എന്നുള്ള നിലക്ക്, അത് അല്ലാതെ മറ്റൊന്നും അവന്റെ മുമ്പിൽ വേറൊരു മാർഗമില്ലാത്ത രൂപത്തിൽ കഴിക്കുന്നതിനാണ് കുല്ലുൻ ജാഹിദ് എന്ന് പറയാറുണ്ട്. നിർബന്ധിതാവസ്ഥയിൽ എല്ലാം അനുവദനീയമാണല്ലോ എന്ന് പറയപ്പെടാറുണ്ട്. അതേപോലെ ഇവിടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നിർബന്ധിതമായ ഒരു സാഹചര്യം വരുമ്പോ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് എന്ന്. ഇപ്പോ കള്ളിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ, അതേപോലെ ചൂതാട്ടത്തെ പറ്റി പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞത് അത് മുഴുവനായി തെറ്റാണ് എന്നല്ല, അതിലധികവും തെറ്റാണ് എന്നാ പറഞ്ഞത്. അതിൽ ചില നല്ല വശങ്ങളുണ്ട്, ഉപകാരങ്ങളുണ്ട്. പക്ഷെ ഉപകാരങ്ങളെക്കാൾ കൂടുതലുള്ളത് ഉപദ്രവമാണ്, കുറ്റകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അത് പാടെ വർജിക്കണമെന്നാണ്. കുറച്ചുപകാരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാൻ പറ്റും എന്ന് വിചാരിക്കേണ്ടതില്ല. ഉപകാരമുണ്ട്. കാരണം അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിച്ച ഏത് ജീവികളിലും ഏത് സംഗതികളിലും അത് ഉപകാരത്തിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെതായ ചില തെറ്റായ അല്ലെങ്കിൽ തിന്മയുള്ള ചില വശങ്ങളുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് റബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന് നമ്മൾ പറയുന്ന ഭാഗം അതാണല്ലോ. അപ്പൊ ആ നിലക്ക് ചില കാര്യങ്ങൾ, ചില ജീവികളെ സംബന്ധിച്ചിടത്തോളം, ചില സംഗതികളെ സംബന്ധിച്ചിടത്തോളം നന്മകളുണ്ട് അതിൽ. പക്ഷേ കൂടുതലും ബുദ്ധിമുട്ടുള്ള, പ്രയാസമുള്ള, കുറ്റകരമായ, നിങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത സംഗതികളാണ്. അതുകൊണ്ട് ഒഴിവാക്കണമെന്ന് അള്ളാഹു പറഞ്ഞാൽ അത് ഒഴിവാക്കണം. വഇന്ന കസീറൻ ലയുദില്ലൂന ബിഅഹ്വാഇഹിം ബിഗൈരി ഇൽമിൻ, എന്നാൽ അധിക ആളുകളും യാതൊരു വിവരമില്ലാതെ അവരുടെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ആളുകളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുക. അവരുടെ അഹ്വാഇകളാണ്. ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇത് ശരീരത്തിന് ഗുണകരമാണ്, അത് ഹാനികരമാണ്, ഇതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും അങ്ങനെ വിശദീകരിച്ചു കൊടുത്തിട്ടുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് അവർ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ഇവിടെ അള്ളാഹു ആത്യന്തികമായി എല്ലാ കാലഘട്ടത്തിലേക്കും അനുയോജ്യമായ മതവിധിയാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. എന്തൊക്കെ ഹറാമാണ്, എന്തൊക്കെ ഹലാലാണ്, ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹറാമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കാര്യങ്ങൾ ഇവിടെ കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇന്ന റബ്ബക ഹുവ അലമു ബിൽ മുഅ്തദീൻ, വീണ്ടും ഹുവ അലമു, അവനാണ് ഏറ്റവും അറിയുന്നവൻ. ആരെ? അൽ മുഅ്തദീൻ, ബിൽ മുഅ്തദീൻ. മുഅ്തദൻ ഇഅ്തദാ, അതിക്രമിച്ചു കടന്നു. ബിൽ മുഅ്തദീൻ, അതിക്രമകാരികളായ ആളുകളെ
നന്നായി അറിയുന്നവനാണ് അള്ളാഹു. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടും അതൊക്കെ ഒന്ന് രസം നോക്കണം, അതൊക്കെ ഒന്ന് രുചി നോക്കണം. എന്താ ഒരിക്കലെങ്കിലും ഒന്ന് കുടിച്ചു നോക്കിയാൽ എന്താ അതിന്റെ ആ ലഹരി എന്നൊന്ന് ഒന്ന് അനുഭവിച്ചറിയണല്ലോ എന്നുള്ള നിലക്കൊക്കെ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ അതിക്രമം കാണിക്കുന്ന ആളുകളെ അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാട്ടോ. അതേപോലെ അള്ളാഹു ഹലാലാക്കിയ സംഗതികളെ ഹറാമാക്കിയ കാര്യങ്ങളെ ഹലാലാക്കുന്ന അങ്ങനെ അതിക്രമം ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാട്ടോ എന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആ അർത്ഥം ഒന്നും കൂടെ കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ഇതിന്റെ വിശദീകരണം പറഞ്ഞ് തീരാവുന്നിടത്തോളം നമ്മൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നതാണ്. ഒന്നും കൂടെ ഓതി നോക്കാം. ഈ ആയത്ത് വലിയൊരു ആയത്തായതുകൊണ്ട്. വമാലക്കും അല്ലാ തഅകുലൂ മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും ഇല്ലാ മാ തുരിർതും ഇലൈഹി വഇന്ന കസീറൻ ലയുദില്ലൂന ബിഅഹ്വാഇഹിം ബിഗൈരി ഇൽം ഇന്ന റബ്ബക ഹുവ അഅലമു ബിൽ മുഅ്തദീൻ وما لكم ألا تأكلوا مما ذكر اسم الله عليه وقد فصل لكم ما حرم عليكم إلا ما اضطررتم إليه وإن كثيرا ليضلون بأهوائهم بغير علم إن ربك هو أعلم بالمعتدين. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ആയത്തുകളിൽ നിന്ന്, ഈ പറഞ്ഞ രണ്ട് ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ മുശ്രിക്കുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവികളെ അറുക്കുമ്പോൾ അവർ അവരുടെ ആരാധ്യ വസ്തുക്കളുടെ, അതായത് വിഗ്രഹങ്ങളുടെ നാമത്തിൽ മാത്രമാണ് അവർ അറുക്കാറുണ്ടായിരുന്നത്. താനെ ചത്തുപോയ ശവങ്ങളെ അവർ ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ നാമത്തിലല്ലാതെ അറുക്കുവാൻ പാടില്ലെന്നും ശവം നിഷിദ്ധമാണെന്നും കൽപ്പിക്കപ്പെട്ടപ്പോൾ അതിനെതിരിൽ അവർ ചില കുതർക്കങ്ങളുമായി മുന്നോട്ട് വന്നു. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണല്ലോ, എന്നിട്ടും അള്ളാഹു കൊലപ്പെടുത്തിയതിനെ അഥവാ ശവത്തെ ഭക്ഷിക്കാൻ പാടില്ലെന്ന്, നിങ്ങൾ കൊലപ്പെടുത്തിയതിനെ അഥവാ അറുത്തതിനെ ഭക്ഷിക്കാമെന്നും പറയുന്നത് എന്ത് ന്യായമാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അള്ളാഹു കൊലപ്പെടുത്തിയതിന് അഥവാ ചത്തതിന് നിങ്ങൾ തിന്നൂലാന്നും, നിങ്ങൾ കൊലപ്പെടുത്തിയതിന് അഥവാ അറുത്തതിന് നിങ്ങൾ തിന്നുന്നും പറയുന്നത് എന്ത് ന്യായാണ് എന്ന് ചോദിച്ചുകൊണ്ട് സഹാബത്തിന്റെ അടുക്കൽ വന്നപ്പോ അവർക്ക് ഉണ്ടാകാവുന്ന ചില സംശയങ്ങളെ ദൂരീകരിക്കുകയാണ് ഖുർആൻ ഇവിടെ ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളിലൊന്നും അവരെ അനുസരിക്കരുത്. നിങ്ങൾ സത്യവിശ്വാസികളായിരിക്കെ അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെട്ടതിനെ ഭക്ഷിക്കുന്നതിന് നിങ്ങൾ ഒട്ടും മടിക്കേണ്ടതില്ല. അതല്ലാത്തത് ശവമാണ്, അന്യനാമങ്ങൾ അള്ളാഹു അല്ലാത്ത നാമങ്ങളിൽ അറുക്കപ്പെട്ടത് അത് ഒട്ടും ഭക്ഷിക്കരുത് എന്നൊക്കെ സത്യവിശ്വാസികൾ അള്ളാഹു കൽപ്പിക്കുന്ന ആയത്തുകളാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഇവിടെ പറഞ്ഞ സംഗതി, ഭൂവാസികളിൽ അധിക ആൾക്കാരും ഭൂരിഭാഗവും കേവലം അനുമാനത്തിന്റെയും ഊഹാപോഹത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിർണയിച്ചു വെച്ച ചില കാര്യങ്ങളാണ്. ഇന്നതൊക്കെ തിന്നാം, ഇന്നതൊക്കെ തിന്നാൻ പാടില്ല, ഇന്ന ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് അവർ ഉണ്ടാക്കി വെച്ച ചില അനുമാനങ്ങളാണ്. ഇവിടെ തീർത്തും അള്ളാഹു നിഷിദ്ധമാക്കി, അള്ളാഹു അനുവദിച്ചു എന്നൊക്കെ പറയുമ്പോ ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ, നിങ്ങളുടെ സൃഷ്ടാവിന്റെയും നിങ്ങൾക്ക് അന്നം നൽകുന്നവന്റെയും ഒക്കെ നിയമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ അടുത്ത് വരുന്ന 145 ആയത്തിലും മറ്റൊരു സന്ദർഭങ്ങളിലൊക്കെ മാ ദുക്കിറ സ്മുല്ലാഹി എന്നതിന് പകരം മാ ഉഹില്ല ബിഹി എന്ന പറഞ്ഞത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെട്ടത് എന്നാണ് മാ ദുക്കിറ സ്മുല്ലാഹി അലൈഹി എന്നാണ്. മാ ഉഹില്ല ബിഹി എന്ന് പറഞ്ഞാൽ ശബ്ദം ഉയർത്തപ്പെട്ടത് എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉഹില്ല ബിഹി എന്ന് പറഞ്ഞാൽ തഹ്ലീൽ, ആ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെട്ടത് എന്നാണ് അവിടങ്ങളിലൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മനുഷ്യനോട് അള്ളാഹുവിന്റെ കൽപ്പന, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ചെയ്തു തരുന്ന കാര്യങ്ങൾ യുഹില്ലു ലഹുമു തയ്യിബാത്ത്,
വയുഹരിമു അലൈഹിമുൽ ഖബീസാത്ത് എന്ന അൽ ഖബായിസ് എന്ന ഖുർആൻ പറഞ്ഞത്. നല്ലത് എന്തൊക്കെയാണോ അതൊക്കെ അനുവദിച്ചു കൊടുക്കുകയും മോശമായ മ്ലേച്ഛമായ കാര്യങ്ങളെ അവർക്ക് അതിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ചില ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഖുർആനും ഹദീസിലും വന്ന ഉപയോഗിക്കാൻ പാടില്ലാത്ത, ഭക്ഷണമായി സ്വീകരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഖുർആൻ കൃത്യമായി പറഞ്ഞു തരുന്ന ആയത്തുകൾ. ഒന്ന് ശവം, അൽ മൈത്തത്ത്. രണ്ടാമത്തത് രക്തം, അദ്ദം, ഒഴുകുന്ന രക്തം എന്ന് വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്ലീഹ, അതേപോലെ നമ്മുടെ ലിവർ, ഇതൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലോ. അത് കട്ടിയായ രക്തമാണ്. ഇവിടെ ഒഴുകുന്ന രക്തം എന്നാണ്. രക്തം കുടിക്കുന്നത് മൃഗത്തെ അറുത്തുകൊണ്ട് മൃഗത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് അറുക്കുന്നത്, അല്ലെങ്കിൽ അത് പാത്രത്തിലായി കുടിക്കുന്നത്, അത് മറ്റേതെങ്കിലും ഏത് തരത്തിലുള്ള രക്തമാണെങ്കിലും രക്തം കുടിക്കുന്നത്, രക്തം ഹറാമാണ്. പന്നി മാംസം, ലഹ്മൽ ഖിൻസീർ, 4 തവണ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ലഹ്മൽ ഖിൻസീർ, പന്നി മാംസം എന്ന്. എന്നിട്ടത് ഫൈനഹു റിജ്സുൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന്? പന്നിയില് ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ പന്നി പോറ്റുന്നവരാണ്, പന്നി വളർത്തുന്നവരാണ്, പന്നി മാംസം കഴിക്കുന്നവരാണ്, ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കാണാം. പക്ഷെ ഇത് മ്ലേച്ഛമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. നമ്മളൊരു പക്ഷെ പൂർണ്ണമായിട്ട് എന്താണ് അതിന്റെ ആ മ്ലേച്ഛത എന്നുള്ളത്, അതിലുള്ള രുചിസ് എന്താണ്, മലിനമായ സംഗതികൾ എന്താണ് എന്ന് പൂർണ്ണമായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ല. പരസ്യമായിട്ട് എല്ലാ സംഗതികളും ചെയ്യുന്ന ഒരു ജീവിയാണ്. അവ ഇണചേരുന്നത് പരസ്യമായിട്ടാണ്. ആ മ്ലേച്ഛമായ സംഗതിയാണ് അതിന്റെ ഏറ്റവും ഇഷ്ടം. ഒക്കെ നമുക്കറിയാലോ അങ്ങനെ അതിന്റെ ഭക്ഷണ രീതിയൊക്കെ. അപ്പൊ എന്തായിരുന്നാലും അതിൽ അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടാകാം. നമ്മൾ പഠനം നടത്തുമ്പോൾ നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ അല്ല, പല തരത്തിലുള്ള പഠനങ്ങളും ഈ പന്നി മാംസത്തിലുള്ള പലതരത്തിലുള്ള അപകടങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 4-മത്തത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്. ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് ശ്വാസം മുട്ടി ചത്തത്, അടിച്ചു കൊന്നത്, വീണ് ചത്തത്, കുത്തേറ്റ് ചത്തത്, വന്യമൃഗം കടിച്ചു തിന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശവത്തിന്റെ സാധാരണഗതിയിൽ സ്വാഭാവികമായി ചത്തുപോയതല്ല. മറ്റു പല നിലക്കും ഇങ്ങനെ ചത്തുപോകാം. അതും തന്നെ നിങ്ങൾ ഇങ്ങനെ തിന്നാൻ പാടില്ലാത്തതിന്റെ കൂട്ടത്തിൽ കാണേണ്ടതാണ് എന്ന്. 9-മത്തത് പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ബലിയർപ്പിക്കപ്പെട്ടത്, ജീവനുള്ള മൃഗത്തിൽ നിന്ന് മുറിച്ചെടുക്കപ്പെട്ടത്, ഒരു കഷ്ണം മുറിച്ചു തിന്ന, സിംഹം, ചെന്നായ, പുലി, നായ പോലെയുള്ള തേറ്റപ്പല്ലുകളുള്ള ദ്രംഷ്ടങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന കരയിലെ ജന്തുക്കൾ, അതൊക്കെ നമുക്ക് നിഷിദ്ധമായ കാര്യങ്ങളാണ്. അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വന്യമൃഗങ്ങളിൽ നിന്ന് തേറ്റപ്പല്ലുകളുള്ള ദ്രംഷ്ടങ്ങളുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് 11-മത്തെ ഒരു ഗണമാണ്. 12-മത്തത് കഴുകൻ, പരുന്ത് പോലുള്ള നഖങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന പക്ഷികൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, വന്യമൃഗങ്ങളിൽ നിന്ന് തേറ്റപ്പല്ലുകളുള്ളവയെയും പക്ഷികളിൽ നിന്ന് വളഞ്ഞ നഖങ്ങളുള്ളവയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. അതേപോലെ മ്ലേച്ഛ വസ്തുക്കൾ ആഹാരമായി സ്വീകരിക്കുന്ന ജീവികളെ, കാക്കയൊക്കെ അതിലാണ് ഉൾപ്പെടുന്നത് എന്നാണ്. അതേപോലെ വധിക്കുവാൻ വേണ്ടി പ്രത്യേക കൽപ്പനയുള്ള എല്ലാ മൃഗങ്ങളും തിന്നാൻ പാടില്ലാത്ത പാമ്പ്, തേള്, എലി, കഴുകൻ പോലെയുള്ള അപകടം വരുത്തുന്നതും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ജീവികളെ കൊല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജീവികളെ തിന്നുന്നതും ഹറാമായിട്ട് തന്നെയുള്ള കാര്യമാണ്. കഴുതകളുടെ കൂട്ടത്തിൽ നാടൻ കഴുതകൾ പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മാംസം വിരോധിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കാണാം. നജസ് തിന്നുന്ന ജീവികൾ, കാഷ്ടവും മാലിന്യ വസ്തുക്കളും ഒക്കെ ഭക്ഷിക്കുന്ന ജീവികളെ, അതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രത്യേക ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തിന്നുന്നത് വിരോധിച്ചിട്ടുള്ള സംഗതിയാണ്. അതേപോലെ വിഷം, മദ്യം, ലഹരി,
ശരീരത്തിന് തളർച്ചയുണ്ടാക്കുന്ന ഹാനികരമായ മറ്റു വസ്തുക്കൾ, ഇതൊക്കെ അള്ളാഹു അതേപോലെ അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 17ാമത്തെ ഇനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി, 1-2 ആയത്തുകളിൽ നമുക്ക് കാണാം, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് തള്ളിക്കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്, നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സാധനങ്ങൾ, സാമഗ്രികൾ, പ്രത്യേകിച്ച് സിഗരറ്റ് പോലെയുള്ള, പുകയില പോലെയുള്ള, അതേപോലെയുള്ള അതിൻ്റെതായിട്ടുള്ള മറ്റു പല സംഗതികളും ഈ നിലക്ക് മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന, സ്വയം നാശത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്ന ആ കമ്പനികൾ തന്നെ പറയുന്നു ഇത് ഉപയോഗിച്ചാൽ പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആണ് അവർ പുറത്തിറക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഈ 17ാമത്തെ വകുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇതില് നിർബന്ധിതമായ സാഹചര്യത്തിൽ ഈ നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അനുവദനീയമാകുമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് മാംസത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പേരിൽ അല്ലാത്ത അറുക്കപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോ അത് നിങ്ങൾക്ക് അനുവദനീയമാണ്, അനുവദനീയമാകെ വരുന്നത് രംഗം എന്ന് പറയുന്നത് അതല്ലാത്ത മറ്റൊന്നും തന്നെ ഷേഖ് മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ അത് സംബന്ധമായി വിശദീകരിക്കുന്നത് അന്ന അലമ അന്നഹു ലാ തസൂൽ ദറൂറത്തുഹു ഇല്ലാ ബിഹാദാ, ഇത് കിട്ടിയാലല്ലാതെ അവന്റെ ഒരു നിർബന്ധ സാഹചര്യം അത് മറികടക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വരിക. അല്ലെങ്കിൽ അന്ന അലമ അന്ന ദറൂറത്തുഹു തസൂലു ബിഹി, ഇത് കിട്ടിയാൽ എങ്ങനെയെങ്കിലും അയാളുടെ ആ അവസ്ഥ മറികടക്കാൻ അയാൾക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാമെന്നാണ്. ഇവിടെ പ്രത്യേകം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് പന്നി മാംസം അതിന്റെ ഹറാമാക്കിയ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണല്ലോ. അത് മറ്റു പല വിഷയങ്ങളും മറച്ചു വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ട് വേറെ പലതും അതിന്റെ പിന്നിൽ മറച്ചു വെക്കാനാണ് അവർ ചെയ്യുന്നത് നമുക്കറിയാം. എങ്കിൽ തന്നെയും നമ്മൾ ഇതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവം നിർണയിക്കപ്പെടുന്നത് അവൻ ഭക്ഷിക്കുന്ന വസ്തുക്കൾ അതിന് മുഖ്യമായ പങ്കുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ എന്ത് ഭക്ഷിക്കണം ഭക്ഷിക്കരുത് എന്ന് കൃത്യമായി അത് പഠിപ്പിക്കുന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം അനുവദിച്ചത് ശുദ്ധിയുള്ളതാണ്, വൃത്തിയുള്ളതാണ്, അങ്ങനെ ആയിരിക്കണമെന്ന് അനിവാര്യമായും അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പന്നി മാംസ നിരോധനം കടന്നു വരുന്നത്. ജൂതന്മാരുടെ ഇപ്പോഴും പന്നി മാംസം മതകീയമായിട്ട് അത് അനുവദിക്കപ്പെട്ടതല്ല. പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാല് അത് വിരോധിക്കപ്പെട്ടതായിരുന്നു എന്നാണ്. പക്ഷെ ഇന്ന് എന്താണ് അവരുടെ നിലപാട് എന്നറിയില്ല. അത് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കാം. പന്നി പ്രധാനമായും ഭക്ഷിക്കുന്ന, നമ്മൾ പറഞ്ഞു, പായ്വസ്തുക്കളാണ്, മാലിന്യങ്ങളും പായ്വസ്തുക്കളാണ് ഭക്ഷിക്കുന്നത്. പന്നിയുടെ സ്വഭാവത്തിലും അതിന്റെ വ്യക്തമായ സ്വാധീനം കാണാനാകും. മനുഷ്യരിലും ഈ പന്നിയിലുമുള്ള ജനിതകം അത് ഒന്നു തന്നെയാണ് എന്നാണ്. അപ്പൊ അത് പരസ്പരം പൂരകമായി മുന്നോട്ട് പോകുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ പന്നി മാംസം തിന്നുന്നവർക്ക് ആ പന്നിയുടെ സ്വഭാവം ലഭിക്കും എന്നതാണ് അതുകൊണ്ട് നടത്തപ്പെട്ടിട്ടുള്ള പഠനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ലേഖനം, പല ലേഖനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വൈ യു ഷുഡ് അവോയ്ഡ് പോർക്ക് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരുപാട് കാരണങ്ങൾ വിശദീകരിക്കുന്ന ലേഖനങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ മറ്റു ഭാഷകളിലൊക്കെ സൈറ്റുകൾ ലഭ്യമാണ്. അത് മുസ്ലിങ്ങൾ എഴുതിയതല്ല, മറ്റു പലരും തന്നെ രേഖപ്പെടുത്തിയ ലേഖനങ്ങളിൽ നമുക്കത് വായിക്കാൻ സാധിക്കുന്നതാണ്. പന്നി മാംസത്തിൽ മറ്റ് മാംസങ്ങളെ അപേക്ഷിച്ച് കൊളസ്ട്രോൾ വളരെ കൂടുതലാണ്. ധമനികളുടെയും മറ്റ് രക്തക്കുഴലുകളുടെയും ഭിത്തികൾ കട്ടി കൂടാനും പിന്നെ രക്തചംക്രമണം കുറയാനും ഒക്കെ കാരണമാകും. പന്നി മാംസത്തിലുള്ള ഫാറ്റി ആസിഡുകൾ ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ പെട്ടെന്ന് സ്വാംശീകരിക്കപ്പെടാൻ കാരണമാകും. ഇതിലുള്ള ചില വിരകളും അതേപോലെ രോഗാണുക്കളും ഒക്കെ അത് എത്ര ചൂടാക്കിയാലും നശിച്ചു പോകാത്തതാണ്.
100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാലും നശിച്ചു പോകാത്ത തരത്തിലുള്ള സംഗതികളാണ് ഈ പന്നി മാംസത്തിലുള്ളത് എന്നാണ്. കൂടാതെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത രോഗങ്ങൾക്ക് ഇത് കാരണമാകും. ഇത്തരം പ്രത്യേക വിര, ഇതുപോലുള്ള അതിമാരകമായ വിരകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ പ്രത്യേകത അതൊക്കെ ഈ പറഞ്ഞ ഈ മാരകമായ ഇത്തരത്തിലുള്ള വിരകൾ 100 ഡിഗ്രിയിൽ ഇത് ചൂടാക്കിയാലും നശിച്ചു പോവുകയില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പിന്നെ നമ്മൾ ലൈംഗികവും സാമൂഹികമായ ബന്ധങ്ങൾ നശിപ്പിക്കുന്ന ഘടകങ്ങൾ ഇതിലുണ്ട് എന്നാണ്. പലപ്പോഴും ചില ആളുകളൊക്കെ യൂറോപ്യന്മാരുടെ ലൈംഗിക അരാജകത്വത്തിനും അവരിലെ അധാർമികതക്കുമൊക്കെ കാരണമായി ഈ പന്നി മാംസം കഴിക്കുന്നത് അതിനൊക്കെ ഒരു കാരണമാണ് എന്നൊക്കെ വിശദീകരിച്ച് പോയ പണ്ഡിതന്മാരെയും അല്ലെങ്കിൽ ആളുകളെയും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഫത്വ ബോർഡിനോട്, സൗദിയിലെ ഫത്വ ബോർഡിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ പന്നിയിലുള്ള മറ്റു ഘടകങ്ങളൊക്കെ, പന്നി മാംസമല്ലാത്ത മറ്റൊക്കെ കൊഴുപ്പും അതേപോലെയുള്ള സംഗതികളൊക്കെ അനുവദനീയമാണോ, അതൊക്കെ ഭക്ഷണത്തിൽ ചേർത്തി വരുന്നത് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ, പ്രത്യേകിച്ച് ഭക്ഷണം, മരുന്ന്, ടൂത്ത് പേസ്റ്റ് തുടങ്ങിയ പന്നിയുടെ ഇറച്ചിയോ കൊഴുപ്പോ അതിന്റെ എല്ല് പൊടിയോ ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെ ഒരു മുസ്ലിമിന് ഉറപ്പുണ്ടെങ്കിൽ അതാൾ കഴിക്കാനോ കുടിക്കാനോ പുരട്ടാനോ ഒന്നും പാടില്ല എന്നാണ് അവർ അതിന് നൽകിയിരിക്കുന്ന മറുപടി. ഇത് ഇത്തരത്തിലുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടാകാൻ കൂടുതൽ സാധ്യത ഉണ്ടെങ്കിൽ, കൂടുതൽ സാധ്യത അത് ഉണ്ടാകാനാണ് സാധ്യതയെങ്കിൽ അതും ഉപയോഗിച്ചുകൂടാ എന്നാണ്. ഇനി ഒരു വസ്തുവിൽ പന്നിയുടെ എന്തെങ്കിലുമൊക്കെ അടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണുള്ളതെങ്കിൽ, അങ്ങനെ സംശയമാണുള്ളതെങ്കിൽ പോലും ഒഴിവാക്കണം എന്ന് ആണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ഒരു ഹദീസ് ഉണ്ട്, സംശയമുള്ളത് ഒഴിവാക്കിയിട്ട് സംശയമില്ലാത്തത് നിങ്ങൾ എടുക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നുണ്ടല്ലോ. എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ആയത്ത് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ ഇവരുടെ ഈ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അവരുടെ ചില ഇച്ഛകൾക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അവരുടെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ചില പ്രവർത്തനങ്ങളാണ്. വെറുതെ പറയല്ല, അവരുടെ ആഗ്രഹങ്ങളിലേക്ക്, അവരുടെ ചിന്താഗതികളിലേക്ക്, അവരുടേതായ ആ കാര്യങ്ങളിലേക്ക് മുസ്ലിങ്ങളെ കൂടെ കൊണ്ടുപോകാനുള്ള ചില സംഗതികളാണ് അവർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ തങ്ങളുടെ കുതർക്കങ്ങൾ കേട്ട് മുസ്ലിങ്ങൾ വഞ്ചിതരായി പോയേക്കുമെന്ന പ്രതീക്ഷ നിങ്ങൾ വെച്ച് പുലർത്തേണ്ട എന്നൊരു ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഖുർആൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഒരു വിവരവും കൂടാതെ, ഒരു ന്യായമോ തെളിവോ ഒന്നുമില്ലാതെ പലരും അവരുടെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജനങ്ങളെ വഴിവേപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഈ 119 വചനത്തിലും, ഇനി കുറച്ചും കൂടെ കടന്നു വരുമ്പോ നിങ്ങളോട് തർക്കം നടത്തുവാൻ വേണ്ടി ആ പിശാചുക്കൾ അവരുടെ ബന്ധുമിത്രങ്ങൾക്ക് സ്വകാര്യ ബോധനം നടത്തി വരുന്നുണ്ട് എന്ന് 121 വചനത്തിലും അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള ചില വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയാണ് എന്തിന്, വിശ്വാസികളെ എങ്ങനെയെങ്കിലും അവരെ വശംവദരാക്കാനും സത്യമാർഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയാനും അവരുടെ മനസ്സുകളിൽ ഒരു തരം വസ്വാസം ഉണ്ടാക്കി തീർക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഉള്ളത് എന്നാ മനസ്സിലാക്കേണ്ടത്. ഇനി ഉള്ള 2 സ്ലൈഡിൽ ഈ അറവുമായി ബന്ധപ്പെട്ട മിമ്മാ ദുഃഖസ്മുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവിന്റെ പേരിൽ അറുക്കപ്പെട്ടത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അറവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാം എങ്ങനെയൊക്കെയാണ് ആ അറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്. ഒരു ഉരുവിനെ അറുക്കുകയാണെങ്കിൽ ആ അറവ് നല്ല രീതിയിൽ ചെയ്യണം. അറുക്കുന്നവൻ തന്റെ കത്തി മൂർച്ച കൂട്ടണം. ഇതൊക്കെ റസൂലിന് പ്രത്യേക നിർദ്ദേശമുള്ള ഹദീസ് ഒക്കെ ഉള്ള വിഷയങ്ങളാണ്. ഉരുവിന് ആശ്വാസം കൊടുക്കണം. ഒരു ഉരുവിനെ വലിച്ചു അഴച്ചോ മറ്റോ വേദനിപ്പിക്കരുത്. റസൂൽ അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോ നിനക്ക് നാശം, നിനക്ക് അതിനെ നല്ല നിലയിൽ മരണത്തിലേക്ക് കൊണ്ടുപോയിക്കൂടെ എന്ന് പറയുന്നുണ്ട്. അതേപോലെ അറുക്കാൻ പൂർണ്ണമായും നമ്മൾ സജ്ജമായതിനു ശേഷം മാത്രമേ ഒരു മൃഗത്തെ കിടത്താൻ പാടുള്ളൂ. മൃഗത്തെ കിടത്തിയതിനു ശേഷം പിന്നെ കത്തി മൂർച്ച കൂട്ടാൻ പോകരുത്. നീ എന്തിന് 2 പ്രാവശ്യം അതിനെ അറുക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള 2 തവണ കൊല്ലണോ എന്നാണ് അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അതേപോലെ അറുക്കുന്നതിന് മുമ്പ് ജീവികളുടെ ശരീരത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ മുറിച്ചെടുക്കുന്ന സമ്പ്രദായം
ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അത് പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. ആരെങ്കിലും ജീവനുള്ളവക്ക് അംഗഭംഗം വരുത്തിയാൽ അവൻ അന്ത്യനാളിൽ അള്ളാഹു ഭംഗം വരുത്തുന്നതാണ്, അവനെയും അതേപോലെ മുറിച്ച് കഷ്ണമാക്കുന്നതാണ്. ഒരു ജീവിയെ അറുക്കുമ്പോൾ വളരെ വേഗതയിൽ ആണ് അറുക്കേണ്ടത്. വേഗത്തിൽ അബോധാവസ്ഥയിലാക്കുവാൻ വേണ്ടി കഴുത്തിലെ രക്തക്കുഴൽ മുറിക്കുവാൻ വേഗതയിൽ മുറിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ. അറുക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗങ്ങളെ മറ്റു മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ മറക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത് കാണുന്ന മൃഗങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തി മൂർച്ച കൂട്ടുവാനും മൃഗങ്ങളിൽ നിന്ന് അതിനെ മറക്കാനും ഒക്കെ അനുശാസിച്ചിട്ടുണ്ട്. അതേപോലെ അങ്ങനെ അറിവ് കഴിഞ്ഞ പെട്ടെന്ന് തന്നെ അതിന്റെ കെട്ട് അടിച്ചു വിടണം. എന്നിട്ട് ജീവിക്ക് സ്വസ്ഥത നൽകണം. രാത്രിയിൽ അറുക്കുന്നതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിട്ടുണ്ട്. കാരണം വൽ ഹിക്മത്തു മിൻ ദാലിക വൽ ഖൗഫു മിൻ ഖുൽ ഖത്ത് അസ്നാൽ ദിബ്, ആ അറുക്കുന്ന സമയത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോകാതിരിക്കാൻ വേണ്ടി രാത്രി അഥവാ വെളിച്ചത്തുള്ള സമയത്ത് മാത്രമേ അറുക്കാൻ പാടുള്ളൂ. അങ്ങനെ കൃത്യമായിട്ട് കാണുന്ന രൂപത്തിലായിരിക്കണം. അതേപോലെ ഖിബിലക്ക് ഇഖ്തിഖ്ബാൽ ഖിബില സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കുറെ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മൂർച്ചയുള്ള കത്തിക്ക് പുറമെ പല്ലും നഖവും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് അറുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോ പാടില്ല എന്ന് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിൽ നിന്ന് എന്തുമാത്രം ശ്രദ്ധ ഈ അറിവിന്റെ വിഷയത്തിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ളത് എന്നുകൂടെ നമ്മൾ ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട പറഞ്ഞ ആയത്തുകൾ കൂടെ മറ്റു ചില ഭാഗങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട്. ഇത് നമ്മൾ സൂചിപ്പിച്ചു. ഈ ആയത്ത് ഇവിടെ പറയാനുള്ള പ്രത്യേകമായ കാരണം എന്ന് പറയുന്നത്, ഈ തൗഹീദിന്റെ വിഷയങ്ങൾ മാത്രം പ്രതിപാദിക്കുന്ന ഈ സൂറത്തിൽ മദനിയായ സൂറകളിൽ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ ഈ മക്കിയായ സൂറത്തിൽ കൊണ്ടുവന്നത് ആ മക്കയിലുള്ള പലരുടെയും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ്. അവരുടെ ചില ഭക്ഷണ രീതികളിൽ പ്രത്യേകിച്ച് ഈ അറിവിൻ്റെതായ മൃഗങ്ങളോടുള്ള സമീപനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തെ തിരുത്തിക്കൊണ്ടുള്ള ആയത്തുകളായിട്ടാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.